ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 83-ാമത്തെ അധ്യായം സൂറത്തുൽ മുത്തഫിഫീൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 30 ആയത്തുകളാണ് ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 31-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫകിഹീൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് അവിശ്വാസികൾ, കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്ന ചില കാര്യങ്ങളാണ്. അവർ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിച്ചിരുന്നു. മാത്രമല്ല, അവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് സത്യവിശ്വാസികൾക്കെതിരെ അവർ കണ്ണിറുക്കി കാണിച്ചിരുന്നു. അല്ലെങ്കിൽ അവർ സത്യവിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് അവർ പരസ്പരം കണ്ണിറുക്കിയിരുന്നു. അതിനുശേഷം അതിനെ തുടർന്നുകൊണ്ട് അതേ വിഷയം തന്നെയാണ് അള്ളാഹു അടുത്ത ആയത്തുകളിലും പറയുന്നത്. വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫകിഹീൻ. വഇദ, ഈ വഇദ എന്നുള്ള പദം ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. വാവ് അത്ഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ഈ വിഷയം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ എന്നർത്ഥം. ഇദാ, അങ്ങനെ ആയാൽ, അങ്ങനെ ആകുമ്പോൾ. അത് തൊട്ടടുത്ത പദം കൂടെ പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം പൂർത്തിയാവുള്ളൂ. അടുത്ത പദം ഇൻഖലബു എന്നാണ്. ഇൻഖലബു എന്നുള്ള പദം ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സൂറത്തിൽ, അതായത് 84-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖിൻ്റെ 9-ാമത്തെ ആയത്ത് പഠിച്ച സമയത്ത് നമ്മളവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ എന്തായിരുന്നു ആയത്ത്, ഓർക്കുന്നുണ്ടോ? വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ യൻഖലിബു എന്നുള്ളത് വിശദീകരിച്ച സമയത്ത് ഈ പദം വിശദീകരിച്ചതാണ്. ഇൻഖലബ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി എന്നർത്ഥമുണ്ട്. അതായത് മടങ്ങിപ്പോയി, മടങ്ങി, തിരിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മാറ്റമുണ്ടായി എന്നർത്ഥമുണ്ട്. അതുകൊണ്ടാണല്ലോ മാറ്റം എന്ന രൂപത്തിൽ ഇൻഖിലാബ്, ഇൻഖിലാബ് സിന്ദാബ എന്നൊക്കെ നമ്മളവിടെ വിശദീകരിച്ചിരുന്നു അല്ലേ. ഇൻഖിലാബ്, മാറ്റം, വിപ്ലവം. അതുപോലെ തന്നെ ഖൽബ്, ഇളക്കമുള്ളത്, മാറ്റമുള്ളത്, ഖൽബ്. ഇവിടെ തിരിച്ചുപോയി എന്ന അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇൻഖലബ, തിരിച്ചുപോയി, മടങ്ങിപ്പോയി. യൻഖലിബു, മടങ്ങിപ്പോകുന്നു, തിരിച്ചു പോകുന്നു. റജഅ എന്നുള്ള പദത്തിൻ്റെ അതേ അർത്ഥമാണ് വരിക. റജഅ, മടങ്ങി എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇൻഖലബ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപം ഇൻഖലബൂ എന്നാണ്. അവർ മടങ്ങിപ്പോയി. അതിൻ്റെ മുമ്പിൽ ഇദാ ചേർന്നാലോ? അപ്പോൾ അവർ മടങ്ങിപ്പോയാൽ എന്നർത്ഥം കിട്ടും. അല്ലെങ്കിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ, അവർ തിരിച്ചു ചെന്നാൽ. വ ഇദാ ഇൻഖലബൂ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇദാ എന്നുള്ള ആ നീട്ടലിന് ശേഷം പിന്നെ സുക്കൂനുള്ളൊരു പദം വന്നതുകൊണ്ട് ഇദൻഖലബു, ഇദാ എന്നുള്ളതിൻ്റെ നീട്ടൽ നഷ്ടപ്പെടും. ഇദ എന്ന് മാത്രമായിട്ട് പറയും. അപ്പോൾ വ ഇദൻഖലബു, അവർ തിരിച്ചു ചെന്നാൽ. ആ വാവിൻ്റെയും കൂടെ അർത്ഥം ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അവർ തിരിച്ച് ചെല്ലുകയും ചെയ്താൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ആ ഒരു വിഷയവുമായിട്ട് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല ഇതും കൂടെ ഉണ്ട് എന്ന് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് വാവ് അവിടെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. വ ഇദൻഖലബു, അവർ തിരിച്ചു ചെന്നാൽ. ഇലാ അഹ്ലിഹിം, ഇലാ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ലേക്ക്. അലാ, മുകളിൽ. ഫി, ഇൽ. ഇവിടെ ഇലാ, ലേക്ക്. മിൻ, ഇൽ നിന്ന്.
ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നർത്ഥം. ആരിലേക്ക്? അഹ്ലിഹിം. ശരിക്കത് അഹ്ലുഹും എന്നാണ്. അഹ്ലുഹും. അഹ്ല് ആളുകൾ, സ്വന്തക്കാർ, കുടുംബക്കാർ. അപ്പോൾ അഹ്ലുഹും അതിൻ്റെ കൂടെ ഹും ചേർത്താൽ അഹ്ല് ആളുകൾ, ഹും അവരുടെ. അഹ്ലുഹും അവരുടെ ആളുകൾ. അവരുടെ ആളുകൾ എന്നുള്ള അഹ്ലുഹും എന്ന പദത്തിൻ്റെ മുമ്പിൽ ഇല വന്നപ്പോൾ, ഇല എന്നുള്ളത് ഹർഫ് ജറാണ്. ഇലക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കസറാണല്ലോ കൊടുക്കുക. അപ്പോൾ അഹ്ലു എന്നുള്ളത് അഹ്ലി എന്നായിട്ട് മാറും. അഹ്ലുഹും എന്നുള്ളതിലെ അഹ്ലു എന്നുള്ളത് അഹ്ലി എന്നായിട്ട് മാറും ഇല വന്നതുകൊണ്ട്. ഇല അഹ്ലി. അഹ്ലി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസറായതുകൊണ്ട് അതിൻ്റെ കൂടെ ഹും ചേരൂല, ഹിംനേ ചേരുള്ളൂ. അപ്പോൾ അഹ്ലിഹിം എന്നാ പറയാം. അഹ്ലുഹും എന്ന് പറയും, അഹ്ലിഹിം എന്ന് പറയും. രണ്ടും ഒരേ അർത്ഥം. അപ്പോൾ ഇല അഹ്ലിഹിം അവരുടെ ആളുകളിലേക്ക്. ആ ലേക്ക് എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഇല വന്നത്. ഇല ലേക്ക്, അഹ്ലുഹും അവരുടെ ആളുകൾ. അപ്പോൾ ഇല അഹ്ലിഹിം അവരുടെ ആളുകളിലേക്ക്. ഇല അഹ്ലിഹിം അവരുടെ ആളുകളിലേക്ക്. പക്ഷെ അവിടെ അഹ്ലിഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മീമിന് സുക്കൂനല്ല, അവിടെ ലമ്മ ആക്കിയിട്ടുണ്ട്. അത് പിന്നെ ആക്കിയതാണ്. എന്താണ് കാരണം എന്നുള്ളത് ഏറെക്കുറെ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം അഹ്ലിഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന് കൊടുത്താൽ പിന്നീട് വരുന്ന തൊട്ടടുത്ത പദത്തിൻ്റെ തുടക്കത്തിലും ഉച്ചരിക്കുന്ന പദം സുക്കൂനാണ്, സുക്കൂനിലെ നൂനാണ്. അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ പാടില്ല. ഒന്നാമത്തെ സുക്കൂനെ ഇവിടെ മാറ്റി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അഹ്ലിഹിം എന്നുള്ളത് അഹ്ലിഹിമു എന്നായത്. അല്ലെങ്കിൽ അഹ്ലിഹിം ഇൻ ഖലബു എന്ന് ഓതേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രയാസം വരും പാരായണത്തിന്, ഒരൊഴുക്ക് നഷ്ടപ്പെടും. അത് കിട്ടാൻ വേണ്ടി അഹ്ലിഹിമുൻ ഖലബു അവിടെ ലമ്മ് കൊടുത്തു. അഹ്ലിഹിമുൻ ഖലബു. അവിടെ അടുത്ത പദം. അപ്പോൾ അഹ്ലിഹിം ഇല അഹ്ലിഹിം അവരുടെ ആളുകളിലേക്ക്. ഇൻ ഖലബു വീണ്ടും വന്നു, ആവർത്തിച്ചു വന്നു. ഇൻ ഖലബു അവർ മടങ്ങിച്ചെന്നു, അവർ തിരിച്ചു ചെന്നു. എങ്ങനെയാണ് അവർ തിരിച്ചു ചെല്ലുന്നത്? ഫക്കിഹീൻ. ഫക്കിഹീൻ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവരായി, രസിച്ചുല്ലസിക്കുന്നവരായി, തമാശിക്കുന്നവരായി, സംതൃപ്തി അടയുന്നവരായി. അങ്ങനെയാണ് അവർ തിരിച്ചു ചെല്ലുന്നത്. ഈ ഫക്കിഹീൻ എന്ന വാക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ചില ചർച്ചകളുണ്ട്. ഫക്കിഹ എന്ന് പറഞ്ഞാൽ തമാശിച്ചു എന്നർത്ഥമുണ്ട്. ഫക്കിഹ യഫ്കഹു. അങ്ങനെയാണെങ്കിൽ ഫാക്കിഹുൻ എന്നാണ് ശരിക്കും വരേണ്ടത്. ഫാക്കിഹുൻ തമാശിക്കുന്നവൻ, ഫാക്കിഹൂൻ തമാശിക്കുന്നവർ എന്നാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ ഇവിടെ ഫക്കിഹീൻ എന്നാണ്. അത് ഫക്കിഹൂൻ എന്നുള്ളത് ഫക്കിഹീൻ എന്നായി മാറിയതാണ്. അവിടെ ഈ ഒരു ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഭാഷാ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഒരു രൂപത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഫാക്കിഹീൻ അല്ലെങ്കിൽ ഫാക്കിഹൂൻ എന്ന പദം തന്നെയാണ്. പക്ഷെ അത് പാരായണം ഈ രൂപത്തിൽ ഹഫ്സിൻ്റെ പാരായണമാണല്ലോ നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് അവിടെ ഫക്കിഹൂൻ അല്ലെങ്കിൽ ഫക്കിഹീൻ എന്ന രൂപത്തിലേക്കായി. അതേസമയം അങ്ങനെ അല്ലാതെ പാരായണം ചെയ്യുന്ന ആളുകളും ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. അവിടെ ഈ ഇപ്പം നമ്മൾ കാണുന്ന ഫക്കിഹീൻ എന്ന സ്ഥലത്ത് ഫാക്കിഹീൻ എന്ന് പാരായണം ചെയ്യുന്നവരുമുണ്ട്. ഖുർആൻ്റെ ആ രൂപത്തിലുള്ള പാരായണവുമുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ ഫക്കിഹീൻ എന്നായതുകൊണ്ട് മറ്റൊരു രൂപത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അത് ഫക്കിഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ഫക്കിഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫക്കിഹീൻ അല്ലെങ്കിൽ ഫക്കിഹൂൻ എന്നൊക്കെ അതിൻ്റെ ബഹുവചനമാണ്. അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സംതൃപ്തി അടയുന്നവരായി അല്ലെങ്കിൽ സന്തോഷിക്കുന്നവരായി, രസിച്ചുല്ലസിക്കുന്നവരായി. അതാണ് അതിൻ്റെ അർത്ഥം വരെ. ശരി, നമുക്ക് ഈ ഒരു ആയത്തിലെ പദങ്ങളുടെ അർത്ഥങ്ങൾ ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കാം. വ ഇദൻ ഖലബു അവർ തിരിച്ചു ചെന്നാൽ, ഇലാ അഹ്ലിഹിം അവരുടെ ആളുകളിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിലേക്ക്. ഇൻ ഖലബൂ ഫക്കിഹീൻ
രസിച്ചുല്ലസിക്കുന്നവരായി, സംതൃപ്തി അടയുന്നവരായി, സന്തോഷിക്കുന്നവരായിട്ടാണ് അവർ തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ അവർ അവരുടെ ആളുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ സന്തോഷിക്കുന്നവരായിക്കൊണ്ട് അവർ തിരിച്ചു ചെല്ലുന്നു. ഇതാണ് ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യവുമായി ഇതൊന്ന് ചേർത്ത് വായിച്ചു നോക്കുക. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു പറയാണ്, ഈ അവിശ്വാസികൾ, കുറ്റവാളികൾ, അവർ സത്യവിശ്വാസികളെ പരിഹസിക്കുന്നവരായിരുന്നു. അവർ കളിയാക്കി ചിരിച്ചിരുന്നു. സത്യവിശ്വാസികളെങ്ങാനും അവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് അവരിങ്ങനെ പരസ്പരം കണ്ണിറുക്കിയിട്ട് കളിയാക്കിയിരുന്നു. ആ ഒരു കണ്ണുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാമല്ലോ അല്ലേ? കണ്ണുകൊണ്ട് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാം. പലപ്പോഴും മറ്റുള്ള ആളുകളെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ണിറുക്കി കാണിക്കും. ഒരു പരസ്പരം കണ്ണിറുക്കി കാണിക്കുക. മറ്റേ ആൾ ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. ആ അടുത്തുകൂടെ പോകുന്ന ആളൊരു പക്ഷേ ഇത് അറിയണമെന്നില്ല. അങ്ങനെ അയാൾ അറിയാതെ തന്നെ അയാൾക്കെതിരിൽ ഇവിടെ രണ്ടാളുകളിരുന്ന് പരസ്പരം കണ്ണിറുക്കുകയാണെങ്കിൽ അയാളെന്ന് കളിയാക്കുകയാണ്. ആ രൂപത്തിലൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇവർ പിന്നെ ഇവരുടെ സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരുടെ അടുത്തേക്കൊക്കെ മടങ്ങി ചെല്ലുമ്പോൾ നല്ല സന്തോഷത്തിലാണ് ചെല്ലുക. കാരണം അവർക്ക് ഭയങ്കര സമാധാനം കിട്ടി. ഇന്ന് കുറച്ച് ആൾക്കാരെ കളിയാക്കിയല്ലോ. ഇന്ന് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച കുറച്ച് ആൾക്കാരെ കളിയാക്കാൻ കിട്ടിയല്ലോ. അവരെ പറ്റേ നാണം കെടുത്തിയല്ലോ. അല്ലെങ്കിൽ അവരെ ആ രൂപത്തിൽ പിന്നെ മോശക്കാരാക്കിയല്ലോ എന്ന രൂപത്തിൽ അവരൊക്കെ കളിയാക്കിയത് കൊണ്ട് അവർക്ക് കിട്ടുന്നൊരു മനസ്സമാധാനം, അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, ആ ഒരു സംതൃപ്തി അടയുന്നവരായിക്കൊണ്ട്, സന്തോഷിക്കുന്നവരായിക്കൊണ്ടാണ് അവർ വീട്ടിലേക്ക് ചെല്ലുന്നത്, അവരുടെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ സ്വന്തം ആളുകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക്, കുടുംബത്തിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്. ഇന്ന് കുറച്ച് പേരൊക്കെ കളിയാക്കിയാലോ, ആ ഒരു സന്തോഷത്തിലാണ് അവർ കയറി ചെല്ലുന്നത്. ഇതാണ് ഈ ഒരു ആയത്തിൽ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം, ഈ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു സംതൃപ്തി കിട്ടുന്നതാണ് ഈ തരത്തിൽ സത്യവിശ്വാസികളെ കളിയാക്കുക, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക, അവർക്ക് മനസ്സിലേക്ക് പ്രയാസം ഉണ്ടാക്കുക. ഇതൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി. ആ സംതൃപ്തിക്ക് എന്താ പേര് പറയാം? എന്ത് പേര് പറഞ്ഞാലും ഈ കാലത്ത് നമ്മൾ ഈ കാലഘട്ടത്തിലും അതൊന്ന് ചിന്തിച്ച് നോക്കണം. മറ്റുള്ള ആളുകളെ കളിയാക്കുന്നതിലൂടെ കിട്ടുന്നൊരു സംതൃപ്തി, അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരായി മാറരുത് ഒരാളും ആ രൂപത്തിൽ അങ്ങനെ ഒരു സംതൃപ്തി നേടാൻ ആരും ശ്രമിക്കരുത്. മറ്റുള്ളവരെ പരിഹസിച്ചിട്ട്, മറ്റുള്ളവരെ കളിയാക്കിയിട്ട്, ആ കളിയാക്കുന്നതിലൂടെ കിട്ടുന്നൊരു സംതൃപ്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ ഇവർ പരസ്പരം കണ്ണിറുക്കി കാണിച്ചിരുന്നു എന്നുള്ളത്. ഇന്നലത്തെ ആയത്തിൽ എന്താണ് ഈ കണ്ണിറുക്കി കാണിക്കൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ സത്യവിശ്വാസികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് അവിശ്വാസികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം അവിശ്വാസികൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന അവിശ്വാസികൾ അവർ പരസ്പരം ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുകയാണ്, ഇതാ അവൻ പോകണുണ്ടോ എന്നുള്ള രൂപത്തിൽ. അതായത് ഒരു പക്ഷേ ആ കണ്ണിറുക്കി കാണിക്കുന്നത് ഈ സത്യവിശ്വാസികൾ കാണുന്ന പോലും ഉണ്ടാവില്ല. അവരറിയാതെ അവരെ ഇങ്ങനെ പരിഹസിച്ച് നമ്മൾ അവരുടെ മാംസം തിന്നുക എന്ന് പറയില്ലേ, ആ രൂപത്തിൽ. ഇത് നമ്മളിപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ സംസാരത്തിൽ മറ്റൊരാൾ കടന്നു വരുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം ചിരിക്കുന്നുണ്ടോ? നമ്മൾ അവരെ കളിയാക്കുന്നുണ്ടോ? കണ്ണിറുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പരിഹാസം വരണമെന്നില്ല. നമ്മൾ അവരുടെ ആ ഒരു മാംസം കഴിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അവരുടെ തെറ്റുകളോ അവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ അവരിൽ ഉള്ളത് തന്നെ ആവട്ടെ, അത് നമ്മൾ പറയുക, അവരില്ലാത്തൊരവസരത്തിൽ നമ്മൾ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുക, നമ്മളത് ആസ്വദിക്കുക. നമ്മളതിങ്ങനെ ആസ്വദിക്കുക, പരസ്പരം പറഞ്ഞ് അവിടെ ഇല്ലാത്തൊരാളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കുറ്റവും കുറവും ഒക്കെ നോക്കി പറഞ്ഞ് നമ്മളതിങ്ങനെ ആസ്വദിക്കുക. വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണിത്. കാരണം നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പും ഈ കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു വിലയും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും നാളെ പരലോകത്ത് നമ്മൾ ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ.
അപ്പോൾ നമുക്ക് തെറ്റ് എന്നറിഞ്ഞിട്ടും നമ്മൾ ആ തെറ്റിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് മാറി നിൽക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായിട്ട് നാളെ പരലോകത്ത് സംഭവിക്കുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും, സത്യവിശ്വാസികളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനിത് ആവർത്തിച്ച് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലും പറയാനുള്ള കാരണം, ഈ ഒരു വിഷയത്തിൽ എത്ര തന്നെ ക്ലാസ്സുകൾ കേട്ടാലും അതിൽ നിന്ന് പരിപൂർണമായി മാറാൻ പലർക്കും പറ്റുന്നില്ല. അത് രണ്ടാളുകൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിൽ മൂന്നാമത്തെ ഒരാൾ കടന്നു വരും. ആ മൂന്നാമത്തെ ഒരാളെ പറ്റി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പലതും പറഞ്ഞു പോകും. അതൊന്നും വലിയൊരു തെറ്റല്ല എന്ന രൂപത്തിൽ കാണുന്ന ഒരു കാലഘട്ടമാണിത്. അതൊന്നും വലിയൊരു ഗൗരവം അതിനാരും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ് ശീലമായിപ്പോയത്. നാട്ടിലെല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് ആ രൂപത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇത്രയും കാലം സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത നമ്മുടെ അമലുകളൊക്കെ ബാത്തിലായി പോകുന്ന, അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അമലുകളൊന്നും ഇല്ലാത്തൊരവസ്ഥ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഒക്കെ ചെയ്ത നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അള്ളാഹു പറയാൻ നിനക്കൊന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളെ ബാത്തിലാക്കി കളയുന്ന, അത് മുഴുവൻ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് പലപ്പോഴും ഇത്. അതിലൊന്ന് ശ്രദ്ധ കൊടുക്കാൻ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്നില്ല. കാരണം അത് സംസാരത്തിൽ അങ്ങനെ വന്നു പോവുകയാണ്. മറ്റുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതാണോ നമ്മൾ സംസാരിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത, അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണോ നമ്മൾ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കുറ്റം കിട്ടുന്നത് തന്നെയാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ ആയത്ത് നമുക്ക് ഇതിൻ്റെ പാരായണ നിയമങ്ങളിലേക്ക് പോകാം. വ ഇദാ ഇൻഖലബൂ, വ ഇദാ എന്നൊരു നീട്ടലുണ്ടല്ലോ, വ ഇദാ, അത് രണ്ടക്ഷരത്തിൻ്റെ നീട്ടലുള്ള സ്ഥലമാണ് വ ഇദാ. പക്ഷേ അതിന് ശേഷം തൊട്ട് അടുത്ത് വന്നത് ഇൻഖലബു എന്നുള്ളതിൽ സുക്കൂനുള്ള ഒരക്ഷരമാണ്. തുടക്കത്തിൽ തന്നെ നൂനിന് സുക്കൂന്. അങ്ങനെ വ ഇദാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടുക എന്ന് പറഞ്ഞാൽ, മദ് എന്ന് പറഞ്ഞാൽ അവിടെയും സുക്കൂന വരുന്നത്. ഇൻഖലബു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ നൂനിന് സുക്കൂന. ആ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരുന്ന ഈ സന്ദർഭങ്ങളിൽ അവിടെ അതിൻ്റെ പരിഹാരം ചെയ്യാറുള്ളത് ആ മദ് അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. വ ഇദാ എന്നുള്ളത് വ ഇദ എന്ന് മാത്രമേ പറയുള്ളൂ. വ ഇദൻഖലബു. ഇനി ഇൻഖലബു, ഖാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. വ ഇദൻഖലബു. പിന്നെ ഇൻഖലബു എന്നുള്ളതിൻ്റെ അവസാനം നോക്കൂ, ബൂ എന്ന നീട്ടൽ. ആ നീട്ടലിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? അതിന് ശേഷം വന്ന അക്ഷരം ഇല എന്നുള്ളതിലെ ഹംസയാണ്. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമല്ല 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. മദ് മുൻഫസിൽ. അതേപോലെ തന്നെയാണ് ഇല എന്നുള്ള നീട്ടലും. ഇല എന്ന ആ നീട്ടലിന് ശേഷം വന്ന അക്ഷരം ഹംസയാണ്, അഹ്ലിഹിം എന്നുള്ളതിലെ ഹംസ. അവിടെയും വ്യത്യസ്ത പദങ്ങളിലായിക്കൊണ്ടാണ് വന്നത്, മദ്ദും ഹംസയും അടുത്തടുത്ത്. അതുകൊണ്ട് അവിടെ നിർബന്ധമല്ല, മദ് മുൻഫസിലാണ്, 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അടുത്തത് അഹ്ലിഹിമുൻഖലബു. അവിടെ ഇൻഖലബ എന്നുള്ള വാക്ക് തന്നെ വീണ്ടും വന്നു, അല്ലെങ്കിൽ ഇൻഖലബു എന്നുള്ള വാക്ക് തന്നെ വീണ്ടും വന്നു. ഖാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യാം. ഫകിഹീൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ് ആരിൽ, അവസാനത്തെ നൂനിന് സുക്കൂന് കൊടുക്കുക. തൊട്ട് മുമ്പത്തെ നീട്ടൽ 2-4-6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. മദ് ആരിലാണത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا انقلبوا إِلَى أَهْلِهِمُ انقلبوا فَكِهِينَ. അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.